AIADMK വീണ്ടും NDA ക്യാമ്പിലെത്തി. തമിഴ്നാട്ടിൽ എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ NDA തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് അമിത്ഷാ പറഞ്ഞു. വരുന്ന തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുമെന്നും വലിയ പ്രതീക്ഷയാണുള്ളതെന്നും അമിത്ഷാ പറഞ്ഞു. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുകയാണ്. AIADMK വീണ്ടും NDA ക്യാമ്പിലേക്ക് എത്തുമ്പോൾ ഏത് തരത്തിലാണ് NDAയുടെ പ്രതീക്ഷകൾ എന്നുള്ളതാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുകയാണ്. റഹീസ്, അമിത്ഷായെ സംബന്ധിച്ച് തമിഴ്നാട്ടിലെ പ്രവർത്തകരെ BJP പ്രവർത്തകരെ ഒന്നിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ ഒടുവിൽ ഒരു ഈ BJPയെ നേതൃത്വത്തിലേക്ക് എത്തിക്കാനായി, BJPയെ ഒരുമിച്ച് എത്തിക്കാനായി ഒരു നേതാവിനെ കൂടി അവർ തിരഞ്ഞെടുത്തു. പുതിയ അധ്യക്ഷൻ വരികയാണ്. ഇപ്പോൾ ഈ AIADMK വീണ്ടും NDA ക്യാമ്പിലെത്തുമ്പോൾ ഏത് തരത്തിലൊരു പ്രതീക്ഷയുണ്ട് NDAക്ക് ഒപ്പം അമിത്ഷായ്ക്ക്? പ്രവിത, നേരത്തെ തന്നെ എടപ്പാടി പളനിസ്വാമി ഇന്ന് അമിത്ഷായ്ക്കൊപ്പം മാധ്യമങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പിന്നീട് ഇന്ന് രാവിലെ തീരുമാനിച്ചിരുന്ന വാർത്താ സമ്മേളനം വൈകിട്ടത്തേക്ക് മാറ്റിയതോടുകൂടി എടപ്പാടി എത്തില്ല എന്നുള്ളൊരു നിഗമനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി എടപ്പാടി പളനിസ്വാമിക്കൊപ്പമാണ് അമിത്ഷാ ഈ ഒരു വേദിയിലേക്ക് കടന്നു വന്നത്. ശേഷം ഇരുവരും കൈകൾ ഉയർത്തി തങ്ങളുടെ സഖ്യം ഉറപ്പിച്ചു പ്രഖ്യാപിച്ചു. അമിത്ഷാ ആദ്യം മുതൽ തന്നെ AIADMKയുമായി ബന്ധപ്പെട്ടുള്ള തങ്ങളുടെ പഴയ സഖ്യത്തെക്കുറിച്ചും അന്ന് അതുണ്ടാക്കിയ നേട്ടത്തെ പറ്റിയും ഒക്കെ ാണ് തന്റെ സംസാരം തുടങ്ങിയത്. പണ്ട് മുതൽ തന്നെ AIADMKയുമായി സഖ്യമുണ്ടായിരുന്നു. ജയലളിതയുടെ കാലം മുതൽ ആരംഭിച്ച ഒരു ബന്ധമാണ് AIADMKയുമായി ഉള്ളത്. അന്ന് ലോക്സഭയിലൊക്കെ മിന്നും ജയം നേടാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ആവർത്തിക്കാൻ കഴിയുമെന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചു. അതിന് പിന്നാലെയാണ് തങ്ങളുടെ സഖ്യത്തിലെ പ്രധാനി AIADMKയാണ്. ഈ എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിലാകും തങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് അമിത്ഷാ പ്രഖ്യാപിക്കുന്നത്. ആവർത്തിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്തു. നേരത്തെ പല സംസ്ഥാനങ്ങളിലും BJP ഇത്തരത്തിലുള്ള ചെറിയ കക്ഷികളുമായി അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക കക്ഷികളുമായി കൂട്ടുകൂടിയതിനു ശേഷം നേതൃസ്ഥാനം ഏറ്റെടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. തലങ്ങും വിലങ്ങും ചോദിച്ചിട്ടും അമിത്ഷാ വ്യക്തമാക്കിയത് എടപ്പാടി പളനിസ്വാമി തന്നെയായിരിക്കും തങ്ങളുടെ മുന്നണിയുടെ നേതാവെന്നാണ്. നാളെ തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാലും എടപ്പാടി തന്നെയായിരിക്കും തങ്ങളുടെ നേതാവെന്ന് അമിത്ഷാ പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റു പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ ത്രിഭാഷാ നയത്തിലും ഡീലിമിറ്റേഷനിലും ഒക്കെ ഈ AIADMKയ്ക്കും BJPക്കും രണ്ട് നയങ്ങളാണുള്ളത്. ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഒത്തൊരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഒരു തീരുമാനം തങ്ങൾ എടുക്കും. ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും തങ്ങളുടെ സഖ്യം മുന്നോട്ട് പോകുന്നത് എന്ന് അമിത്ഷാ പറഞ്ഞു വെക്കുന്നുണ്ട്. അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്. കാരണം അകന്ന് നിന്ന് AIADMK മുഹമ്മദ് റഹീസ് ആണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അങ്ങനെ വീണ്ടും AIADMK NDA ക്യാമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്.